ചക്കരപ്പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാരാ, നിൻ മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ചക്കരപ്പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാരാ, ചക്കരപ്പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാരാ. വീണുടയാതെ ഇരിക്കാൻ ജീവിത വീണതരാം ഞാൻ കയ്യിൽ, കനക സ്മരണകൾ നീട്ടിയ നീത്തിരി കാഴ്ച വയ്ക്കാം മുന്നിൽ. ഹൃദയം നിറയെ സ്വപ്നവുമായി നീ മധുരം കിള്ളി തരുമോ? ഹൃദയം നിറയെ സ്വപ്നവുമായി നീ മധുരം കിള്ളി തരുമോ? വിജനലതാഗ്രഹവാതിലിൽ വരുമോ? വീണമീട്ടി തരുമോ? വീണമീട്ടി തരുമോ? ചക്കരപ്പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാരാ, നിൻ മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ചക്കരപ്പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാരാ. സർഗ, എന്തോ എന്ത് തോന്നി ചേച്ചി? എന്താ സ്വകാര്യം? മൊയ്തീന്റെ കാഞ്ചനമാലിനെ പോലെ ഇല്ലേ? അയ്യോ കറക്റ്റ് അല്ലേ? ആ ഡ്രസ്സും. പക്ഷെ ആ സിനിമയിലെ പാട്ട് ഇവിടെ പാടിയിട്ടുണ്ട്. പക്ഷെ അത് വേറൊരു വൈറ്റ് സാരിയെ കൊടുത്തിട്ട്. സാരിയല്ല, പട്ടുപാവാടയായിരുന്നു. അന്നും പട്ടുപാവാടയായിരുന്നു. പക്ഷെ ഇപ്പോഴും കാണുമ്പോ നമുക്ക് അന്നും പട്ടുപാവാട, ഇത് പട്ടാണോ? പാവാടയായിരുന്നില്ല, അന്ന് പട്ടുപാവാടയായിരുന്നു. നിങ്ങൾ ഈ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് ഒന്ന് പുറത്തു വരും. എന്നാ പാട്ടിനെ കുറിച്ച് ചോദിക്കാം. ശരത് സർ, മക്കളെ ചക്കര എന്തോ. അയ്യോ ചക്കര പന്തൽ എന്നാ തുടങ്ങുന്നതല്ലേ? സോറി, കോയിൻസിഡൻസ്. മക്കളെ ഇതൊക്കെ പറഞ്ഞ ആരൊക്കെയാണ് ഇതിന്റെ? നാടകം കതിർ കാണാ കിളി, ഇതിന്റെ മ്യൂസിക് ദേവരാജ മാസ്റ്റർ, ഇതിന്റെ ലിറിക്സ് വയലാർ സർ, പിന്നെ ഇത് പാടിയേക്കുന്നത് AP കോമളമ്മ. ഗുഡ്, നമുക്ക് പാട്ടിലേക്ക് വരാം. എനിക്ക് മോള് പാടുമ്പോൾ ഇന്ന് പാടിയത് കേട്ടിട്ട് ഒരു സ്വാതന്ത്ര്യക്കുറവ് തോന്നി. പ്രത്യേകിച്ച് അനുപല്ലവി ചരണമൊക്കെ പാടുമ്പോൾ മോൾക്ക് എന്തോ കിട്ടുമോ, ഇനി മുകളിൽ പാടുമ്പോൾ കിട്ടുമോ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട് ഇങ്ങനെ മോള് അത് ഉടനീളം ഉണ്ടായിരുന്നു ആ പാട്ടിൻ്റെ പുറയിൽ. എനിക്ക് കാണുമ്പോൾ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്കറിയാം എന്തിനാണത്. ആ മുകളിൽ പാടുമ്പോൾ മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ മുമ്പ് പാടുമ്പോൾ? ഇല്ല. തൊണ്ട പൊട്ടിപ്പോവുകയോ? പിന്നെ എന്തിനാ എന്തോ ഒരു പേടി കിടപ്പുണ്ടായിരുന്നു. നീ ആ മുകളിൽ പാടുന്ന പോർഷൻസിലെല്ലാം ഒരു കോൺഫിഡൻസ് ഇല്ല. നിന്മനോ രാജ്യത്തെ രാജകുമാർ, അതൊക്കെ കുറച്ചും കൂടെ നല്ല രാജകുമാരിയാക്കാൻ പറ്റുമോ പാടി? നിന്മനോ രാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. മോളെ എന്താണ് ഇതിൻ്റെ ഒരു ഫീൽ? എന്താണ് നമുക്ക് കിട്ടേണ്ടത്? ഈ കേൾവിക്കാരന് കിട്ടേണ്ടത് എന്താണ്? സന്തോഷമാണോ സങ്കടമാണോ? അത് പറഞ്ഞാൽ മതി. സന്തോഷാണ്.
സന്തോഷാണെങ്കിൽ ആ സന്തോഷം വേണ്ടേ? പാടുമ്പോ അത് വേണ്ടേ? ആ അത് ഇല്ലല്ലോ. രാജകുമാരിയായെന്നൊക്കെ പറയുമ്പോഴും മക്കള് പട്ടിണി കിടക്കുക. ഒരു സന്തോഷം വേണ്ടടാ, ഒന്ന് പാടിക്കേ. നിൻ മനോരാജ്യത്തെ രാജകുമാരിയായി അതെപ്പോഴും അവിടെ മോക്കൊരു ചളക്കം വരുന്നത് എന്താണ്? രാജകുമാരിയായെന്ന് വരുമ്പോ എന്താണ് പ്രോബ്ലം? നമുക്ക് രാജകുമാരി ഇഷ്ടമല്ലേ? ഇഷ്ടമാണോ? എന്നാ പാട് കൃത്യമായിട്ട്. നിൻ മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ഓക്കെ മോളെ. പിന്നെ ഈ ഞാൻ പറഞ്ഞ ഈ ദാഹിച്ച് മോഹിച്ചൊക്കെ നിൽക്കുമ്പോഴും അതിനൊരു എന്തോ ഒരു ഐറ്റം ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഫീൽ ചെയ്യുന്നു പാടുമ്പോൾ. അങ്ങനെ നമുക്ക് കേൾവിക്കാരൻ അങ്ങനെ ഫീൽ ചെയ്താൽ അത് പ്രശ്നമാണ് മോളെ. അതൊന്ന് പാടാമോ? ഇനി ഇപ്പം നമ്മൾ മത്സരം കഴിഞ്ഞു, ഇനി ചുമ്മാ കുഞ്ഞൊന്ന് പാടിക്കേ. ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമയമുനയിൽ താമരവള്ളം തുഴയാൻ. ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമയമുനയിൽ താമരവള്ളം തുഴയാൻ. കരളിലുറങ്ങും കതിർ കാണാക്കിളി കാത്തിരിപ്പു നിന്നെ, കാത്തിരിപ്പു നിന്നെ. അത് സന്തോഷത്തോടെ പാടുമ്പോ അത് വേറൊരു ഫീലാണ് മോളെ. വളരെ പോസിറ്റീവ്. സീരിയസ് ആയിപ്പോ അല്ലെങ്കിൽ കാത്തിരിക്കുകയാണ്, ലെറ്റ്സ് ഗോ ആൻഡ് ഫിനിഷ് അപ്പ് എന്ന് പറയുന്ന പോലെ ആവരുത്. എന്നിങ്ങനെ കാത്തിരിപ്പിൻ്റെ ഒരു സുഖം വേണ്ടേ? അപ്പം മോള് സന്തോഷമായിട്ട് പാടിയാൽ മതി. ഇതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് ഫീല് പറഞ്ഞു തരാൻ പറ്റിയ ഒരു വയസ്സല്ല മോക്ക്. മനസ്സിലായോ? മോള് കുഞ്ഞാണ്. അപ്പം മക്കളുടെ അടുത്ത് ആ സന്തോഷം എന്ന് പറഞ്ഞാൽ മതി. സന്തോഷമായിട്ട് പാടുമ്പോൾ കിട്ടേണ്ടവർക്ക് ആ ഫീല് കിട്ടിക്കോളും. കേട്ടോ മോളെ? സർ, പക്ഷെ ഇതിലൊരു കുഴപ്പമുണ്ട്. എന്താ ക്വസ്റ്റ്യൻ മാർക്ക്? ഇപ്പം ഇല്ല, വയലാർ സാർ ഇതിൽ എഴുതിയിരിക്കുന്നത് വെച്ച് ഇതൊരു സങ്കടപ്പാട്ടാണ്. ആണോ? ശർക്കര എന്നുള്ളതുകൊണ്ട് അല്ല, ശർക്കര പന്തൽ, അവിടെ തേൻ മഴയും കൂടെ പൊഴിഞ്ഞോണ്ടിരിക്കും. അപ്പൊ അവിടെ നിൽക്കുന്ന ആളെ എമ്മാതിരി ഉറുമ്പരിക്കും. അപ്പൊ അങ്ങനെ നിന്ന് പാടുമ്പോ അവൾക്ക് ഭയങ്കര വിഷമായിരിക്കും, പാടാൻ ബുദ്ധിമുട്ടാണ്. മക്കളെ ഉറുമ്പരിച്ചെന്നാ പറയുന്നത്. എനിക്കൊന്നേ അതൊരു പ്രേമ പരവശമല്ലേ സങ്കടത്തിനേക്കാളും. പക്ഷെ അവിടെ നിൽക്കണ്ടേ, പഞ്ചസാര കൂടി കഴിഞ്ഞാല് ഇപ്പൊ ഉറുമ്പ് അടിച്ചുള്ള പരവേശമാകും. മക്കളെ ഈ തമാശകൾ കേട്ടിട്ട് മക്കൾക്ക് എന്ത് തോന്നി? എന്നിട്ടും അറ്റ്ലീസ്റ്റ് ഒരു ഭാവമാറ്റെങ്കിലും ഒന്നുമില്ല, അവർക്ക് ചിരി വരിക. ഈ തമാശ കേട്ടിട്ടെങ്കിലും നിനക്കൊരു ചിരി വരുന്നോ? അതെങ്കിലും വേണം ഈ പാട്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിക്കും മക്കളെ. ഇത്ര കഷ്ടപ്പെട്ട് അറ്റ്ലീസ്റ്റ് അഭിനയിച്ചെങ്കിലും ചിരിക്കും. ഒരിക്കൽ കൂടി ചിരിച്ചേ. മോളെ ഞാനൊരു തമാശ പറയട്ടെ, ചിരിക്കാവോ? ഒരാള് ഇറങ്ങി നടന്നു പോവാണ്. അപ്പൊ അയാളുടെ വീട്ടിന്റെ അടുത്ത് ഒരു സ്ത്രീ, അവര് ഭയങ്കര ജാടയുള്ള കൂട്ടത്തിലാണ്. അപ്പൊ അവരുടെ ഒരു പൂടെയുള്ള പൂച്ച കൊണ്ടിട്ട് അങ്ങ് കുളിപ്പിക്കുക. സർഫോ വിമ്മോ ഒക്കെ ഇട്ട് തേച്ചങ്ങ് കുളിപ്പിക്കുക. അപ്പൊ ഈ പോയ ആള് പറഞ്ഞ് അതിങ്ങനെ പൂച്ച ഇങ്ങനെ കുളിപ്പിക്കരുത്, അത് ചത്തുപോകും. അതിന് ഇത്ര ആവശ്യമില്ലല്ലോ. ഇത്രയും മുടിയുള്ള ഒരു പൂച്ച ചെറുതായിട്ടങ്ങനെ വന്നിട്ട് തട്ടി വെള്ളം ഒഴിച്ച് പിഴിഞ്ഞ് അത് ഉണക്കി എടുത്താൽ മതി. ഓക്കെ, അങ്ങനെ പോയിട്ട് വൈകുന്നേരം വന്നപ്പോൾ ഈ സ്ത്രീ അവിടെ ഇരിപ്പുണ്ട്. ഭയങ്കര കരച്ചില്. പൂച്ചനെ കാണാനല്ലേ? പൂച്ചയില്ല, ഇവര് കരച്ചില്. അപ്പൊ ചോദിച്ചു എന്ത് പറ്റി? പൂച്ച ചത്തു. എങ്ങനെ? ഭയങ്കര. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ പൂച്ച ഇത്രയും കുളിപ്പിക്കരുത്, അത്രയും വെള്ളമൊക്കെ എൻ്റെ ചെവിയിലൊക്കെ കയറി ചത്തുപോകും. അപ്പൊ അവര് വെള്ളം ചെവി കയറി അല്ല ചത്തത്, പൂച്ച കുളിപ്പിച്ചു കഴിഞ്ഞ് അത് ഉണങ്ങാൻ ഞാൻ അതിനെ ഒന്ന് പിഴിഞ്ഞു. ചിരിക്കടി. ആരാത്? ഇവനാ? മക്കളെ ഇതും ഈ മണ്ടത്തിനെ കേട്ടുപോലും നിനക്ക് ചിരി വന്നില്ല. ഐ എം റിയലി സോറി മോളെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മാർക്സ് കേൾക്കുമ്പോൾ ചിരി വരുമായിരിക്കും. 6.1. അതെ, 2.3. മഞ്ജരി ചേച്ചി, എന്തോ സർഗാത്മകമായി പാടിയോ? യെസ് നോ?
അറിയില്ലേ? അതറിയണം. ജഡ്ജ്മെന്റ് പറഞ്ഞ് കേട്ട് കഴിഞ്ഞു. മോളെ ശരിക്ക് പറഞ്ഞാല് എത്ര ആൾക്കാര് മോളുടെ പാട്ട് നന്നായി അല്ലെങ്കിൽ നന്നായില്ല എന്ന് പറഞ്ഞാലും മോൾക്കൊരു അഭിപ്രായം ഉണ്ടാവണം. നമ്മൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം. നമ്മളൊരു വേദിയിൽ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അത് നന്നായോ നന്നായില്ലയോ എന്ന് വേറൊരു വ്യക്തി പറയേണ്ട ആവശ്യമില്ല. അത് നന്നായോ നമുക്ക് അറിയണം, സ്വയം അറിഞ്ഞിരിക്കണം എവിടെയൊക്കെ തെറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു മനുഷ്യനും ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് പാടാൻ പറ്റില്ല. അതൊരു പെർഫെക്റ്റ് സിംഗിങ് എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല. അത് ഡിവൈൻ, അത് കംപ്ലീറ്റ്ലി ഡിവൈൻ ആണ്. മ്യൂസിക് എന്ന് പറയുന്നത് ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കേ പാടാനുള്ള കഴിവ് കിട്ടുള്ളൂ. മോള് ധൈര്യമായിട്ട് പാടാ, നന്നായി പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. താങ്ക് യു മാം. സുന്ദരിയായിട്ട്. പഴയ ജലജ എന്ന് പറഞ്ഞൊരു ആക്ട്രസ് ഇല്ലേ, ആ ചേച്ചിയെ പോലെ ഉണ്ട് ചെറുതായിട്ട്. മുടിയൊക്കെ ഇങ്ങനെ വെച്ച് മറ്റേ കവല് റിങ് കമ്മലൊക്കെ ഇട്ടിട്ട് സുന്ദരിയായിട്ടുണ്ട്. അറിയോ അതാരാന്ന്? ഇല്ല. മക്കളെ ഓട്ടപാത്രത്തിൽ ഞണ്ട് വീണാൽ ജല 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 ജല. അത് ജല ജല അല്ലല്ലോ, ലോട ലോട ലോട. അല്ല, അതുണ്ട്. അങ്ങനെയും അതുണ്ട്, പക്ഷെ ജലജ വേറെ എവിടെയാ വരുന്നത്? അല്ല, അവിടത്തെ ഓട്ടപാത്രത്തിൽ ഞണ്ട് വീണാൽ ലോട ലോട ലോട. അതാണോ? അതാണ്. മഴ പെയ്തു വെള്ളം വീണാൽ ജല ജല ജല. എന്നാൽ ആ ജലജയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. വേറെ ജലജ ഉണ്ട് മോളെ. ഉഗ്രൻ ഫിലിം ആക്ട്രസ് ആണ് അവര്. ശാലിനി എന്റെ കൂട്ടുകാരി. നമ്മുടെ കൊടിയേറ്റം ഇതിലൊക്കെ ജലജയാണ്. ഇഷ്ടം പോലെ പടങ്ങള്. സുന്ദരിയായ ഒരു ആക്ട്രസ് ആണ്. കണ്ടു നോക്കൂ. ഒരു മലയാളിത്തമുള്ള നടി. അതെ, കണ്ടു നോക്കൂ. അതുപോലെ ഉണ്ട് കാണാൻ ഈ ഒരു ഡ്രസ്സില്. പിന്നെ മോളെ ഭംഗിയായിട്ട് പാടി. താങ്ക് യു മാം. പറഞ്ഞ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കുറെ പേർക്ക് നല്ല ധൈര്യമുണ്ട്, നിങ്ങൾക്കൊക്കെ ധൈര്യമുണ്ട്. പക്ഷെ ഈ വേദിയിൽ വരുമ്പം എന്തോ അത് പാടാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടിൽ നിൽക്കുന്നുണ്ടാ. പാടാൻ പറ്റും, സൂപ്പറായിട്ട് പാടുകയും ചെയ്തു. ഈ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ നന്നായി പാടാം. ഇനി മത്സരം ടൈറ്റ് ആവാൻ പോവാണ്, കട്ടിയാവാൻ പോവാണ്. അപ്പൊ ഇതാ ഒന്നിനൊന്ന് മെച്ചായിട്ട് പാടണം കേട്ടോ. അപ്പൊ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്താലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. അൽഫോൻസ് സാർ. സർഗമോളെ, എന്തോ മോളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മോള് നന്നായി പാടി അല്ലേ? അങ്ങനെയല്ലേ? മനസ്സിലൊരു തോട്ടില്ലേ? എനിക്ക് അറിയാവുന്ന പോലെ നന്നായിട്ട് പാടി. അപ്പോൾ എനിക്കും അത് തന്നെയാണ് തോന്നിയത്. മോളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മോള് നന്നായിട്ട് പാടാൻ ശ്രമിച്ചു. ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു, പക്ഷെ പാടി. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യണം. അപ്പം ഞാൻ ഇപ്പോൾ മോളോട് മാത്രമല്ല എല്ലാവരോടായിട്ട്, എല്ലാ സിംഗേഴ്സിനോടും കൂടിയിട്ട് പറയുന്നൊരു കാര്യം ഇതാണ്. ഒരു പാട്ട് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ്, പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ സോങ്ങിൻ്റെ വരികളുടെ ഇന്നർ മീനിങ് എന്താണ് അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചാൽ മതി എന്താണ് ഇത് വരുന്നതെന്നുള്ളത്. അത് മനസ്സിലാക്കിയിട്ട് പാട്ട് കേൾക്കാൻ തുടങ്ങുക. അപ്പോൾ അത് ആ ഒരു ചിന്ത വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ സിംഗർ എങ്ങനെയാണ് ആ ഇമോഷനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്, ഓരോ വരികളിലും എങ്ങനെയാണ്, ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇമോട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താ പറ്റുക വെച്ചാൽ നമ്മൾ ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രം പഠിക്കും, നോട്ട്സ് പഠിക്കും, സംഗതികൾ പഠിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കൽ സ്ട്രക്ചർ മാത്രം നമുക്കറിയാം, പക്ഷേ അതിൻ്റെ ഒരു അന്തസത്ത ഉണ്ടല്ലോ, ഒരു സോള്, അത് നമ്മൾ മിസ് ഔട്ടായി പോകും. അപ്പോൾ എന്ത് പറ്റും, നമ്മളിവിടെ വന്ന് പാടുമ്പോൾ ഞാനെല്ലാം പാടിയല്ലോ, കറക്റ്റായിട്ട് എല്ലാ സാധനങ്ങളും പാടിയല്ലോ. അപ്പം നമ്മളുടെ ആ ഫ്രെയിം വർക്ക് നമ്മൾ പൊളിച്ച് പുതിയതാക്കണം. എന്നാലേ ഉള്ളൂ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ചേഞ്ച് ആവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ചേട്ടനും മഞ്ജരി മാമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിന് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ മോളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള പെർഫെക്ഷനിൽ പാടിയെന്ന് തന്നെയാണ് എനിക്കും തോന്നിയത്. പക്ഷേ ആ പെർഫെക്ഷൻ പോരാ, അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതിനനുസരിച്ചിട്ട് നന്നായിട്ട് ചെയ്യുക കേട്ടോ. ബാക്കി എല്ലാം കോസ്റ്റ്യൂമും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, ഗോഡ് ബ്ലെസ്. താങ്ക് യു സർ. ഓക്കെ, ശരത് സർ. യെസ് ബോസ്. സർഗമോളുടെ മാർക്ക്. സർഗമോൾക്ക് സർ ഇനി മോള് ശരിയായിക്കൊള്ളണം കേട്ടോ. മക്കൾക്ക് ഞാൻ 8.5 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി. സർഗമോൾക്ക് ശരിയാക്കും എന്ന് പ്രോമിസ് തരാമോ? പറ്റില്ല. അപ്പോൾ 8.6. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, സോ ടോട്ടൽ 17.1. ഓക്കേടാ.